ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ കസിൻ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ വിസ്മയ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 6 month ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡൊക്കെ ഒരുമിച്ചായിരുന്നു. സ്കൂളിങ്ങും കോളേജിങ്ങും ഒക്കെ ഞങ്ങൾ ചെറിയ ചെറിയ ഡിഫറൻസിൽ മാത്രമാണ് ഞങ്ങൾ എന്താ പറയുക പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നത് ആലുവ പെരിയാർ ക്ലബ്ബിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് സമീപത്ത് തന്നെ ആലുവ പുഴയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനും ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക ലോൺസൊക്കെ കാണാനായിട്ട്. ഫുള്ളൊരു പച്ചപ്പും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമുള്ളൊരു ഇൻറ്റിമേറ്റ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. അപ്പോൾ എല്ലാവരും എത്തുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചുകുട്ടൻ, ബ്രൈഡിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആൻറ്റി ഉണ്ട്, നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ ജയാൻറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല. കാരണം നമ്മളിവിടെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഇവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലെ ഈ ഒരു ലോൺസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇവരുടെ ഫോട്ടോഷൂട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. അപ്പോൾ ആൾക്കാർ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് May 31 ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ കിട്ടുമെന്ന് നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണല്ലോ. പക്ഷേ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ സംസാരിച്ചൊക്കെ നിൽക്കുവാണ്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, മഴയില്ല പക്ഷേ അധികം വെയിലും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റ്സൊക്കെ വളരെ സൂപ്പറായിരുന്നു. മേക്കപ്പ് ആണെങ്കിലും വിസ്മോളുടെ ശ്രീരാഗിൻ്റെ നല്ല ഔട്ട്ഫിറ്റ്സും അതുപോലെ തന്നെ മേക്കപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പുഴ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഔട്ട്ഡോറായിട്ടാണ് കൂടുതൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയൊരു സ്റ്റേജ് പോലെ എടുത്തത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഫുള്ള് മഴ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഔട്ട്ഡോർ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആലുവയിൽ നിന്ന് അങ്കമാലി പോകുന്ന വഴിയിൽ ദേശത്താണ് പെരിയാർ ക്ലബ്ബ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നതും ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ആലുവയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സ്ഥലം എന്താ പറയുക, ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പക്ഷേ വളരെ നൈസായിട്ടുള്ളൊരു പ്ലേസ് ആണ്. അങ്ങനെ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റിന് നമ്മൾ ഇവിടെ ഒരു റിംഗ് എക്സ്ചേഞ്ച് സെറിമണി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ശാന്തിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അതിന് മുൻപിൽ വെച്ചിട്ടാണ് നമ്മുടെ റിംഗ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ആൻറ്റിയും അമ്മാവനൊക്കെ സ്റ്റേജിലേക്ക് കയറിയിട്ട് പറയും, അതുപോലെ തന്നെ വിളക്കൊക്കെ കത്തിക്കുവാണ്. അപ്പോൾ അങ്ങനെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു കാണുന്നതാട്ടോ ഈ ഒരു സ്റ്റേജിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പുഴ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ട്ടോ. കാരണം അവരുടെ രണ്ടുപേരുടെ ആ ഒരു ഫോട്ടോൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പുഴയാണ്. അപ്പോൾ നല്ലൊരു നൈസ് പ്ലേസ് ആണ്. നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലേ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം വെഡിങ് ഒക്കെ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ സംസാരിച്ച് നിന്നതിന് ശേഷം നമ്മുടെ ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഇവിടെ ചിക്കൻ റോളും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഫുഡ് ഞങ്ങളുടെ 3 പേരുടെ കല്യാണത്തിനും എൻഗേജ്മെന്റിനൊക്കെ ഫുഡ് ചെയ്തിരുന്ന ഒരു ഇക്കയുടെ ആണ് ഇന്ന് ഈ പ്രാവശ്യം ഇവിടുത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വീണ്ടും ആ ഒരു ഇക്കേനെ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറവൂരാണ് ആളുടെ കാറ്ററിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നെയിം ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഗ്രൂമിൻ്റെ ഫാമിലീസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂമിൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. അപ്പോൾ മൂവാറ്റുപുഴയാണ് ഇവരുടെ പ്ലേസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൂമിൻ്റെ അമ്മയും ഒക്കെ കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഇനി നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11-12 ആ ടൈമിൽ വെച്ചിട്ടാട്ടോ നമ്മുടെ റിംഗ് എക്സ്ചേഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ടൈം ആയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഗ്രൂമും ബ്രൈഡും കൂടി സ്റ്റേജിലേക്ക് കയറിയിട്ട് ഗ്രൂമിൻ്റെ അമ്മയുണ്ട്, പിന്നെ ഇതാട്ടോ നമ്മുടെ അമ്മയുടെ ബ്രദറാണ്, അമ്മാവനും ആൻറ്റിയൊക്കെ കൂടി സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ എൻഗേജ്മെൻറ്റ് സെറമണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് പൂജകളോ ചടങ്ങുകളോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ശാന്തി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അച്ചുക്കുട്ടനെ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂം ആൻഡ് ബ്രൈഡിൻ്റെ ഫാമിലീസ് ഒരുമിച്ച് നിന്നിട്ട് ശാന്തി പരസ്പരം റിങ് എടുത്ത് കൊടുത്ത് അത് രണ്ടുപേരും കൂടി എക്സ്ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ചെറിയൊരു ചടങ്ങ് എന്ന് പറയാൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കുകയും അതിനുശേഷം ഫുഡൊക്കെ കഴിക്കുകയും അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യം കൊണ്ട് അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു മൊമെൻറ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ.
അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ളതാ ആ ഒരു മൊമെൻ്റ് എത്തി. റിംഗ് എക്സ്ചേഞ്ച് സെറിമണിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ശാന്തി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ.